കോട്ടയത്ത് നിന്നുള്ള അത്യപൂർവമായ ഒരു ക്ഷമയുടെ കഥയാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വരുമാന മാർഗമായ ലോട്ടറികൾ മോഷ്ടിച്ചയാളെ രഹസ്യ ക്യാമറ ഉപയോഗിച്ച് കണ്ടെത്തിയ അന്ധയായ ടിക്കറ്റ് വിൽപ്പനക്കാരി. ഒടുവിൽ ഇനി ഒരാളോടും ഇത് ആവർത്തിക്കരുതെന്ന് ഉപദേശിച്ച അയാളെ യാത്രയാക്കിയ റോസമ്മയുടെ കഥയിലേക്ക്. ഇതാണ് റോസമ്മ. ജന്മനാ അന്ധയാണ്. കോട്ടയം കളത്തിപ്പടിയിൽ 10 വർഷമായി ലോട്ടറി വിൽക്കുന്നു. അന്ധനായ ഭർത്താവും ലോട്ടറി വിൽപ്പനക്കാരനായിരുന്നു. 2 വർഷം മുമ്പ് മരിച്ചു. അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കണം. മഴയോ വെയിലോ നോക്കാതെ രാവും പകലും കൂസാതെ തപ്പിത്തടഞ്ഞ് റോസമ്മ ലോട്ടറി വിൽപ്പനയ്ക്കിറങ്ങി. പക്ഷെ അടുത്ത കാലത്തായി കണക്കുകൾ ഒത്തുപോകുന്നില്ല. കൈവശമുള്ള ലോട്ടറികൾ കാണാതാകുന്നു. വരുമാനവും കുറഞ്ഞു. ഇതോടെയാണ് ആരോ ടിക്കറ്റുകൾ മോഷ്ടിക്കുന്നതായി സംശയം തോന്നിയത്. അന്ധരായ മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞു. അയാൾ വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഒരു രഹസ്യ പെൻ ക്യാമറ വാങ്ങിയത്. ലോട്ടറി വാങ്ങാൻ പതിവുകാരെത്തുമ്പോൾ പെൻ ക്യാമറ ഓണാക്കും. ഒടുവിൽ മോഷ്ടാവിനെ റോസമ്മ കണ്ടുപിടിച്ചു. ആദ്യം അവർ തർക്കിച്ചു. പിന്നീട് ഞാൻ തെളിവ് കാണിച്ചു കൊടുത്തു. ഞാൻ പെൻ ക്യാമറ കാണിച്ചു കൊടുത്തു. മെമ്മറി കാർഡ് കാണിച്ചില്ല, പെൻ ക്യാമറ കാണിച്ചു കൊടുത്തു. ഇതിനകത്ത് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ സംഭാഷണവും സകലത റെക്കോർഡാണ്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന തെളിവ് സഹിതം ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ ഇതുമായിട്ട് നിയമത്തിന് മുന്നേ പോകണോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു. അപ്പം അവർക്ക് മനസ്സിലായി ശരിയാണ്, പിടിക്കപ്പെട്ടു എന്നുള്ളത്. ഇനിയാണ് സംഭവത്തിന്റെ ട്വിസ്റ്റ്. ദ്രോഹിച്ചയാളെ തന്നെ പോലുള്ള പട്ടിണിപ്പാവങ്ങളെ ഇനിയും ദ്രോഹിക്കരുതെന്ന് ഉപദേശിച്ചു പറഞ്ഞയച്ചു. കൈവശമുള്ള ദൃശ്യങ്ങൾ മൂന്നാമതൊരാൾ കാണില്ലെന്ന് അയാൾക്ക് വാക്കും കൊടുത്തു. മോഷ്ടാവിനോട് എന്തിനു ക്ഷമിച്ചെന്ന് റോസമ്മ തന്നെ പറയും. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളെ പറഞ്ഞു തരുന്ന, ഞങ്ങളെ പഠിപ്പിക്കുന്ന വചനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ക്ഷമയുടെയും സഹിഷ്ണുതയും സ്നേഹത്തിന്റെയും പാഠമാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞാൻ ലോകത്തിന് മുന്നേ ദരിദ്രയാണെങ്കിലും ദൈവത്തിന്റെ മുന്നേ സമ്പന്നയാണ് ഒരു വിശ്വാസം എനിക്കുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.